ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് പിയിലെ ഷിബു ബേബി ജോണിന്റെ വിഭാഗത്തിന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ പറ്റി. അതായത് 4 പേരെ അവർക്ക് സംഭാവന ചെയ്യാൻ പറ്റി. അപ്പം ഈ അറിയാലോ, ആർ എസ് പിയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ ആർ എസ് പി വിവാദങ്ങളിൽപ്പെട്ടു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പം ഒരുപാട് വിവാദങ്ങളിൽ പെട്ടു, ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു, തമ്മിലടി ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു, നടന്നു ഒക്കെ ഉണ്ടായിരുന്നു. ഈ രീതി പോയി ഇപ്പം നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മേൽക്കൈ എന്ന് പറയാം വേണമെങ്കിൽ. ഷിബു ബേബി ജോണിന്റെ ഭാഗത്തിനാണ് ഒരു മേൽക്കൈ ഉള്ളത്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും? ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട, ഔദ്യോഗികമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 വിഭാഗങ്ങളില്ല ആർ എസ് പിയിൽ. ഇപ്പൊ ആർ എസ് പിയിൽ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിബു ബേബി ജോണിന്റെയും അല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രനും 2 പേരും മുഖ്യ കക്ഷികളായി നിൽക്കുന്ന ഒരു UDF-നോടൊപ്പം നിൽക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. എന്നാൽ മറ്റൊരു ആർ എസ് പി ഉണ്ട്, അത് പിന്നെ കോവൂർ കുഞ്ഞുമോന്റെ പാർട്ടിയാണ്. അത് പോയി. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കുന്നത്തൂര് പിടിച്ചു, ഇരവിപുരം, പിന്നെ അതോടൊപ്പം ചവറ, പയ്യന്നൂര് വി കുഞ്ഞികൃഷ്ണൻ പുള്ളിയെ പിന്തുണച്ചിരിക്കുന്നത് ആർ എസ് പിയുടെ ലെവലിലാണ് അവിടെ മത്സരം. അങ്ങനെ 4 സീറ്റുകൾ ഇത്തവണ നിയമസഭയിലേക്ക് കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആർ എസ് പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അത് എൻ കെ പ്രേമചന്ദ്രന്റെ അന്ന് 2 വിഭാഗമായിരുന്നു. എൻ കെ പ്രേമചന്ദ്രന്റെ ആർ എസ് പിയും ഷിബു ബേബി ജോണിന്റെ ആർ എസ് പിയും. ഷിബു ബേബി ജോൺ എല്ലാ കാലത്തും UDF-നോടൊപ്പം നിന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ അതേസമയം എൻ കെ പ്രേമചന്ദ്രൻ LDF-നൊപ്പമായിരുന്നു. 2 മാറിയിട്ട് ആർ എസ് പിയും ആർ എസ് പി ബിയും എന്ന് പറയുന്ന 2 എണ്ണമായിരുന്നു, ബോൾഷെവിക്കും അല്ലാതെയും. അപ്പം അതായത് ബേബി ജോണിന്റെ മരണത്തോടു കൂടിയാണ് ഇത് സ്പ്ലിറ്റ് അപ്പ് ആവുന്നത്. അങ്ങനെ ഷിബു ബേബി ജോൺ UDF-നോടൊപ്പം പോയി, എൻ കെ പ്രേമചന്ദ്രൻ LDF-നൊപ്പം നിൽക്കുകയും ചെയ്തു. ആ കാലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായിട്ടൊക്കെ ചുമതലയേറ്റിരുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ആർ എസ് പിയിൽ നിൽക്കുന്ന ഷിബു ബേബി ജോണിന്റെ സമ്മർദ്ദ ഫലമായിട്ട് എൻ കെ പ്രേമചന്ദ്രൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് UDF-ലെ മുന്നണി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് LDF-ൽ നിന്ന് മുന്നണി ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് UDF-ലേക്ക് മാറുന്നു. അങ്ങനെ ബേബി ജോണിനും ഈ ആർ എസ് പി ബിയും ആർ എസ് പിയും തമ്മിൽ ലയിച്ചിട്ട് ഒറ്റ പാർട്ടി എന്നുള്ള നിലയിലേക്ക് അത് മുന്നോട്ട് പോവുകയും ചെയ്തു. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, ഒരുപാട് എന്ന് പറയാനും മാത്രമൊന്നുമില്ല, വളരെ കുറച്ച് പേര് മാത്രം ഉൾപ്പെടുന്ന ഒരു വലിയ പാർട്ടി എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ ഷിബു ബേബി ജോൺ അല്ലെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ ഇവർ തമ്മിലുള്ള ഒരു നിശബ്ദ ഫൈറ്റ് ഇവിടെ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ നമ്മൾ നോക്കിയോളൂ, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് എൻ്റെ ഈ ഷിബു ബേബി അല്ലെങ്കിൽ ആർ എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിയമസഭയുമായി യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. എന്നാൽ ആകെയുള്ളൊരു ബന്ധം ലോക്സഭയിലേക്ക് ഒരാളുണ്ട് എന്നുള്ളതാണ്. ആ ലോക്സഭയിലേക്കുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എൻ കെ പ്രേമചന്ദ്രനാണ്. ഈ എൻ കെ പ്രേമചന്ദ്രൻ UDF-ലേക്ക് മാറിയ സമയത്താണ് വളരെ പ്രശസ്തമായ പിണറായി വിജയന്റെ ഒരു വാക്കൊക്കെ ഉണ്ടാകുന്നത്, പരനാറി പ്രയോഗം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ എൻ കെ പ്രേമചന്ദ്രൻ അതിലേക്ക് UDF-ലേക്ക് വന്നതിന് ശേഷം കൊല്ലത്തിന്റെ സ്ഥിര MP എന്നുള്ളൊരു പോസ്റ്റ് എൻ കെ പ്രേമചന്ദ്രന് കിട്ടി. ഇപ്പോഴും എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്തിന്റെ സ്ഥിര MP ആണ്. അപ്പൊ അങ്ങനെ കൊല്ലത്തുനിന്ന് നേരെ ലോക്സഭയിലേക്ക് പോകുന്നു. അതേസമയം എപ്പോഴും നിയമസഭ ഡ്രൈ ആയിട്ട് കിടക്കുന്നു. എന്നാൽ ഇതിന്റെ ഒരു മാറ്റം ഉണ്ടാവണമായിരുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മാറ്റമുണ്ടായി. 1 പകരം 4 പേരെ കൊടുക്കാൻ ആർ എസ് പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇരവിപുരം സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർത്തിക് പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന പ്രേമചന്ദ്രന്റെ മകനെ ഇവിടെ നിയമിക്കാൻ, അതായത് പിന്നെ അവിടെ നിർത്താൻ, ആ സീറ്റിൽ ഇരവിപുരം മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നീക്കം നടന്നു. അപ്പം അതിന് പ്രേമചന്ദ്രൻ എല്ലാ ചരടുവലികളും നടത്തി. പക്ഷേ അതേസമയം ഈ പറയുന്ന ഔദ്യോഗിക നേതൃത്വം, ഇവരെല്ലാം ഔദ്യോഗിക നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകിച്ച് ആർക്കാലും ഇല്ല. അപ്പൊ ഔദ്യോഗിക നേതൃത്വം തന്നെ പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞു. പ്രേമചന്ദ്രൻ ആ പരിപാടി നടക്കത്തില്ല. പ്രേമചന്ദ്രൻ ഇപ്പോൾ നിലവിൽ അവിടുത്തെ പിന്നെ MP അല്ലേ, ആ സ്ഥാനത്ത് കൊടുക്കുന്നു. പുള്ളിക്ക് പുനലൂര് മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് കൊല്ലത്ത് എവിടെയെങ്കിലും, വേറെ എവിടെയെങ്കിലും ഒരു കൊല്ലം മണ്ഡലത്തിൽ തന്നെയോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും മത്സരിക്കാൻ എൻ കെ പ്രേമചന്ദ്രൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ പക്ഷെ അത് ഈ പറയുന്ന ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ തട്ടി നിരത്തി. എന്നിട്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പൊ മകനെ മത്സരിപ്പിക്കണം എന്ന് പറയുന്നത് കൊണ്ടുവന്നിട്ട് ഇരവിപുരത്ത് മകനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഔദ്യോഗിക പക്ഷം പറഞ്ഞു പറ്റില്ല, അത് നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിട്ടാണ് വിഷ്ണുമോഹൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെങ്കിലും മത്സരിപ്പിക്കണം എൻ കെ പ്രേമചന്ദ്രൻ നിർദ്ദേശം വെച്ചു. അങ്ങനെയാണ് വിഷ്ണുമോഹൻ ഇരവിപുരത്ത് വരുന്നതും അവിടെ നൌഷാദിനെതിരായിട്ട് വിജയിക്കുന്നതും. ഷിബു ബേബി ജോൺ പരാജയപ്പെടുമെന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും വിശ്വാസം. പക്ഷേ ഷിബു ബേബി ജോൺ ചവറയിൽ വിജയിക്കുകയും ചെയ്തു. ഷിബു ബേബി ജോൺ എന്ന് പറഞ്ഞാൽ ചവറയിൽ വിജയിച്ചില്ലേ പിന്നെ കൊള്ളില്ല, കാര്യം പുള്ളിയുടെ സ്വന്തം നാടാണ് പിന്നെ ചവറ. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് വിജയിക്കുന്നു. അങ്ങനെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ 4 MLA-മാരെ
കൊടുക്കാനും കഴിഞ്ഞു. മിക്കവാറും ഷിബു ബേബി ജോൺ ഒരു മന്ത്രിയാവാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതോടുകൂടി ഇതുവരെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അഹങ്കരിച്ചും അറുമാദിച്ചു നിന്നിരുന്ന NK പ്രേമചന്ദ്രൻ ഇതിൽ കനത്ത പരാജയം തന്നെയാണ് നമ്മൾ കാണേണ്ടി വരും. കാര്യം NK പ്രേമചന്ദ്രൻ വിചാരിച്ചു ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കൂ, അല്ലെങ്കിൽ RSP ഇവിടെ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാവണം എന്നൊരു തോന്നല് ഈ പറയുന്ന NK പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്ന ആ ഒരു അഹങ്കാരം നഷ്ടപ്പെട്ടു. ഇനിയിപ്പം പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രൻ ചിന്തിക്കുന്നത് എപ്പോഴും BJPയുമായി ഒരു അലയൻസ് ഉണ്ടാക്കി മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം. കാര്യം ഇനിയും കേരളത്തിൽ ഇനിയിപ്പോൾ ഒരു 5 വർഷക്കാലത്തേക്ക് കേരളത്തിൽ നിന്ന് ഇനി ഒരു ഗുണകരമായ ഒരു മാറ്റവും NK പ്രേമേന്ദ്രനെ സംബന്ധിച്ച് ഉണ്ടാവാനില്ല. ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ശരി NK പ്രേമേന്ദ്രൻ വീണ്ടും കൊല്ലം മണ്ഡലത്തിൽ നിന്ന് നിൽക്കുകയും വിജയിച്ച് MP ആവുകയും ചെയ്യും. അതൊരു യൂഷ്വൽ പ്രൊസീജിയറിന്റെ ഭാഗമായി മാറി. അങ്ങനെ ഭരണമില്ലാ പാർട്ടിയുടെ MP ആയിരിക്കുന്നത് എന്തിനു വേണ്ടി? അപ്പം UDF അതിന്റെ ഇതായിട്ടാണല്ലോ പോകുന്നത്. അപ്പം നിലവിലൊരു പ്രതിപക്ഷ കക്ഷിയുടെ MP ആയിട്ടാണ് പുള്ളി ലോക്സഭയിലേക്ക് പോകുന്നത്. അങ്ങനെ ഭരണമില്ലാ പാർട്ടിയുടെ ഒരു MP ആയിട്ട് ഇതിനെ തുടരുന്നത്. ആ സമയത്ത് ഷിബു ബേബി ജോൺ ചിലപ്പോൾ UDF മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കും. വ്യത്യാസം മനസ്സിലായിക്കോണം. ഷിബു ബേബി ജോൺ UDFന്റെ മന്ത്രിസഭയിൽ മന്ത്രിയാവും. അപ്പോഴും NK പ്രേമചന്ദ്രൻ MP ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ഒരു ഗുണവും ഇല്ല. അപ്പൊ എന്തിനാ ഇനി അങ്ങനെ പോകുന്നത്? തന്നെയല്ല, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഷിബു ബേബി ജോൺ കൊണ്ടുപോവുകയും ചെയ്യും. ഇത്തവണ 4 MLA-മാരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ക്രെഡിറ്റ് ഷിബു ബേബി ജോൺ ഉള്ളതാ. അപ്പൊ അതും അങ്ങനെ ആയി. NK പ്രേമചന്ദ്രന്റെ ഗുണമില്ലാത്ത ഒരാളായി മാറി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ഇനി NK പ്രേമചന്ദ്രൻ ഈ ചെറിയ പ്രശ്നമുണ്ട്. ഈ പറയുന്ന പോലെ ഒരു ചെറിയ ശത്രുതയുടെ ഒരു ഈഗോ ഈ പറയുന്ന ഷിബു ബേബി ജോണിന്റെ നേരത്തെ അടിച്ചു. ഇവർ ഒന്നാമതേ പിരിഞ്ഞു നിന്നവരാ. പിന്നീട് ഈ ഷിബു ബേബി ജോൺ ഒരു ഇത് കാണിച്ചിട്ടാണ് പിന്നെ NK പ്രേമചന്ദ്രനെ കൊണ്ടുവന്നത്. എന്നും പറഞ്ഞിട്ട് NK പ്രേമചന്ദ്രൻ നേരെ LDF-ലേക്ക് പോകില്ല. NK പ്രേമചന്ദ്രൻ ഇനി LDF-ലേക്ക് പോകുന്നോണ്ടൊരു പ്രയോജനവും ഇല്ല. പകരം പുള്ളിക്ക് ഏറ്റവും സേഫ് സോൺ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു BJP-യിൽ അംഗത്വം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ BJP-യുമായി ഒരു അലയൻസ് സ്വന്തമായിട്ട് വേണമെങ്കിൽ പിന്നെ ഇയാൾക്കൊരു പാർട്ടി രൂപീകരിക്കാം. പഴയ RSP തട്ടിക്കുടഞ്ഞെടുക്കുക, അല്ലെങ്കിൽ RSP B പിന്നെ ആക്കാം. അങ്ങനെ ആക്കിക്കൊണ്ട് പതുക്കെ പുള്ളിക്കാരന് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനുഭവം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ NDA-യിൽ ലയിക്കാം. ഇപ്പൊ നേരിട്ട് BJP-യിലേക്ക് പോകാൻ കഴിയില്ലെങ്കിലും സ്വന്തം പാർട്ടിയെ അവിടെ കൊണ്ടുവന്ന് ലയിപ്പിക്കാൻ കഴിയും, NDA-യിൽ ലയിപ്പിക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് പുള്ളിയുടെ മുന്നിലുണ്ട്. അതോടുകൂടി അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ ഉടൻ തന്നെ വ്യാപൃതനാകാനുള്ള സാധ്യതയുണ്ട്. പതുക്കെ ഷിബു ബേബി ജോണിൽ നിന്ന് അകന്നു പോയിട്ട് പതുക്കെ NDA-യുമായിട്ട് ഒരു സഖ്യകക്ഷി ആയതിനു ശേഷം അല്ലെങ്കിൽ സഖ്യം ചേർന്നതിന് ശേഷം കേന്ദ്രത്തിൽ ഇനിയും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി കേരളത്തിൽ ഇനിയും ചെയ്യാൻ പറ്റില്ല. ചെയ്യാവുന്നതിന്റെ എക്സ്ട്രീം ചെയ്ത് കഴിഞ്ഞു. കാര്യം പരമാവധി സ്ഥാനാർത്ഥികളെ അവർ കൊടുത്തു. ആ സ്ഥാനാർത്ഥികൾ കൂടുതൽ പേരെയും വിജയിപ്പിക്കാനും കഴിഞ്ഞു. ഇപ്പൊ ഇനിയൊരു ഇതിന് വേണ്ടിയിട്ടില്ല. ഷിബു ബേബി ജോണോ അല്ലെങ്കിൽ ഇനി വിലപേശൽ നടക്കില്ല. ഒരു മന്ത്രിയെ കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് പറയാൻ നിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പം NK പ്രേമചന്ദ്രന് തിരിച്ചിനി കേരളത്തിലേക്ക് വരാനും പറ്റില്ല. അപ്പൊ ഈ സാഹചര്യങ്ങളിലാണ് ഇപ്പൊ നമ്മൾ കാണേണ്ടത്. മിക്കവാറും ഒരു അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി NK പ്രേമചന്ദ്രന്റെ ഭാഗമായി ഒരു വലിയൊരു രാഷ്ട്രീയ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇനി ഒരിക്കൽ പോലും കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്. അതായത് പിന്നെ ഇവിടേക്ക് കേന്ദ്രത്തിലേക്ക് എത്തുക അസാധ്യമാണ്. കാരണം BJP ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി കേരളവും കുറച്ച് സംസ്ഥാനങ്ങൾ കൂടിയേ ഉള്ളൂ. ബാക്കി ഇപ്പൊ തെലങ്കാന, കർണാടക, കേരളം, തമിഴ്നാട് ഇത്രയും 4 സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ അവർക്ക് വിഴുങ്ങാൻ. ബാക്കിയെല്ലാം മുച്ചൂടും വിഴുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്രയും വിഴുങ്ങി നിൽക്കുന്ന BJP-യെ പോലും രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിച്ചില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ഇനി ഒരു വട്ടം കൂടി രാജ്യം ഭരിക്കും. അത് പിന്നെ ഈ പറയുന്ന നരേന്ദ്രമോദി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഇച്ചിരി പ്രായക്കൂടുതലൊക്കെ ആവും. നരേന്ദ്രമോദി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ അടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മിക്കവാറും BJP തന്നെ ആയിരിക്കും വീണ്ടും കേന്ദ്രം ഭരിക്കുക. അപ്പൊ ആ സമയത്ത് വെറുതെ പ്രതിപക്ഷത്തിരുന്ന് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ NDA ആയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി NDA ആയിട്ടൊരു സഖ്യം ചേർന്നുകൊണ്ട് പിന്നെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മോദിയെ വാഴ്ത്തിപ്പാടുന്നതിനൊന്നും പ്രേമചന്ദ്രൻ ഒരു മടിയില്ല. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായും അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും. NK പ്രേമചന്ദ്രൻ NDA-യുമായി കൈകൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഷിബു ബേബി ജോൺ UDF-യുമായിട്ടുള്ള ബന്ധം ഇനി തുടരും. അത് ഒരിക്കലും വിടത്തില്ല. അതിന് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തവണ അങ്ങനെ ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇത്തവണ ഷിബു ബേബി ജോൺ ഒരു പക്ഷേ UDF-യുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് LDF-ലേക്ക് പോവോ എന്നൊക്കെ പറയുന്ന ചില ചർച്ചകളൊക്കെ ചിലയിടങ്ങളിൽ നടന്നെങ്കിൽ തന്നെയും ഇനി അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരു മന്ത്രിയെ കിട്ടിയതല്ലേ, ഇനി 5 വർഷത്തേക്ക് സ്മൂത്ത് ആയിട്ട് പോകും. ഇനി അടുത്ത ഇതിന്റെ ഈ എൻഡ് ആവുമല്ലോ, 2030 എന്ന് പറയുന്നതിന്റെ എൻഡിലേക്ക് പോകും.
അപ്പം 30ന്റെ എൻഡിലൊക്കെ പോകുമ്പോൾ അറിയാം ഇനി എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്, ഒരു മാറ്റം, തുടർ ഭരണം ഉണ്ടാവുമോ കോൺഗ്രസിന്, ഇനി അല്ല LDF വീണ്ടും അധികാരത്തിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻസ് നമുക്ക് 2030 ഒക്കെ ലാസ്റ്റിലേക്ക് നമുക്കറിയാൻ പറ്റും. എന്നാൽ തൽക്കാലം ഇതിന്റെ കാര്യം സേഫാണ്.